ഫൈനലി ഗൈസ് നമ്മളെ ഗെയിമിലോട്ട് നമ്മൾ ഡിഫൻഡർ കാറുകളൊക്കെ വന്നിട്ടുണ്ട്. അപ്പം നിങ്ങൾക്ക് എങ്ങനെ ഒരു ഡിഫൻഡർ കാർ എടുക്കാമെന്നൊക്കെ ഞാൻ ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം. പിന്നെ ഗൈസ് നമ്മളെ ഗെയിമിലോട്ട് മുതലേങ്ങളൊക്കെ ആഡ് ആയിട്ടുണ്ട്. നമ്മുടെ സ്വിമ്മിംഗ് പൂളിൽ മുതലേങ്ങളൊക്കെ കിടക്കണം നിങ്ങൾക്ക് വ്യക്തമായിട്ട് തന്നെ കാണാനില്ല. അപ്പോൾ ഈ ഒരു മുതലേങ്ങളൊക്കെ നിങ്ങൾക്ക് എങ്ങനെ എടുക്കാമെന്ന് ഞാൻ ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ നിങ്ങൾക്ക് പറഞ്ഞുതരാം. പിന്നെ നമ്മളെ ന്യൂ സിറ്റിയിൽ പുതിയ റാമ്പ് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ന്യൂ റാമ്പ് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് എങ്ങനെ എടുക്കാൻ ഞാൻ ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ പറഞ്ഞുതരാം. അപ്പോൾ നമുക്ക് എങ്ങനെ ഒരു ഡിഫൻഡർ കാർ നമുക്ക് എങ്ങനെ എടുക്കാമെന്ന് പറഞ്ഞുതരാം. അതിന് മുന്നേ ആയിട്ട് ഈ ഒരു അപ്ഡേറ്റ് കുറച്ചധികം ചീറ്റ് കോഡ്സ് വന്നിട്ടുണ്ട്. ഞാൻ പറഞ്ഞുതരാം. ഫസ്റ്റ് ചീറ്റ് കോഡ് നമ്മൾ G-Wagon കാർ 66 അടിച്ച് നമ്മൾ G-Wagon ചീറ്റ് കോഡുകളായിട്ട് ഒരു അടിപൊളി കാർ നമുക്ക് കിട്ടും. പിന്നെ ഗൈസ് അടുത്ത പ്രോക്സുകളാണ് ഗൈസ് വരുന്നത്. ഇനി ഗൈസ് കൂടുതലും പ്രോക്സ് ആണ് വരുന്നത്. ഇനി പ്രോക്സിൻ്റെ അപ്പോൾ നിങ്ങൾക്ക് കാണാമല്ലോ നമ്മളെ സ്റ്റാർട്ട് M3 ആണ് ഗൈസ് നമ്മളെ സ്റ്റാർട്ടിൻ്റെത്. ഓക്കെ, അപ്പോൾ M1 അടിച്ച് നമ്മളെ ലൊക്കേഷൻ പ്രോക്സ് കിട്ടി. ഇതിനെക്കുറിച്ച് ഞാൻ ഇന്നത്തെ ഒരു വീഡിയോയിൽ നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു ഈ ഒരു പ്രോക്സിനെ കുറിച്ചിട്ട്. അടുത്ത പ്രോക്സിൻ്റെ ചീറ്റ് കോഡാണ് M3 ഗൈസ്. അപ്പോൾ M3 കാലം കടിച്ച് നമ്മളെ സ്റ്റാർട്ട് എന്ന് പറയുന്ന പ്രോക്സ് ആണ് കിട്ടുന്നത്. M2 അടിക്കുമ്പോഴാണ് ഗൈസ് ഫിനിഷ് എന്ന് പറയുന്ന ഒരു പ്രോക്സ് നമുക്ക് കിട്ടണം. ഓക്കെ, അപ്പം ഞാൻ അതെന്തായാലും നിങ്ങൾ കാണിച്ചു തരാം ഗൈസ്. അപ്പോൾ ഇതാണ് ഗൈസ് ഫിനിഷ് എന്ന് പറയുന്ന ഒരു പ്രോക്സ്. അപ്പോൾ വേറെ ലെവൽ പ്രോക്സുകളാണ് ഗൈസ് നമ്മളെ ഗെയിമിലോട്ട് കൊണ്ടുവന്നിട്ടുള്ളത്. അപ്പോൾ കുറച്ചധികം പ്രോക്സ് ഇനിയും ഉണ്ട്. അതൊക്കെ എന്തായാലും സൂപ്പർ പ്രോക്സുകളാണ്. അതൊക്കെ കാത്തിരിക്കുക. അടുത്ത് T7 അടിച്ച് ഞാൻ പറഞ്ഞിട്ടുണ്ട് നമ്മുടെ ഡൈനോസർ ജുറാസിക് പാർക്കിൽ ഒരു ട്രീ ആണിത്. അടിപൊളി ഒരു പ്ലാന്റ് ആണ്. അതൊക്കെ നമുക്ക് കിട്ടുന്നുണ്ട്. അതൊക്കെ നമ്മൾ ഈ ഒരു അപ്ഡേറ്റ് കൊണ്ടുവന്ന്. അടുത്തത് മോഡ് ഓണെന്ന് അടിച്ച് ടിക്ക് മാർക്ക് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഒരു ചെടികളൊക്കെ ഓരോ സ്ഥലത്തേക്ക് നീക്കി വെക്കാനും കാണാനൊക്കെ പറ്റുന്നതാണ്. ഓക്കെ, അങ്ങനത്തെ കുറച്ചധികം ഫീച്ചേഴ്സ് ഇതിൽ തന്നെ ഇപ്പോൾ അവൈലബിൾ ആയിട്ട് വന്നിട്ടുണ്ട്. ഇതൊക്കെ കഴിഞ്ഞ പ്രാവശ്യം ഉണ്ടായിരുന്ന ഒരു ഫീച്ചേഴ്സ് തന്നെയാണ്. എന്തായാലും അടിപൊളി ഫീച്ചേഴ്സാണ്. അപ്പോൾ നിങ്ങൾ മോഡ് ഓണെന്ന് കാണാനൊക്കെ അടിച്ച് കഴിഞ്ഞാൽ അപ്പോൾ നിങ്ങൾ മോഡ് ഓണെന്ന് അടിച്ചിട്ട് നിങ്ങൾ നേരെ നമ്മുടെ ഗണ്ണെടുത്ത് ഷൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നമ്മൾ എടുത്തു വെച്ച എല്ലാ പ്രോക്സും നമുക്ക് ഗണ്ണ് ഷൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ എല്ലാം റിമൂവ് ചെയ്ത് എല്ലാം കൂടെ അറിയുന്ന കാര്യമായിരിക്കും. അടുത്ത മോഡ് ഓഫ് അടിച്ചിട്ട് ബാക്കി എല്ലാ പ്രോക്സും നിങ്ങൾക്ക് ഇപ്പോൾ ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചു തരാം. അപ്പം ഗൈസ്, അപ്പോൾ ഈ ഒരു പ്രോക്സ് WR അടിച്ച് കഴിഞ്ഞാൽ വേറൊരു സാധനങ്ങളൊക്കെ കിട്ടും. ഇത് വേറൊരു പുതിയൊരു ഐറ്റമാണ്. അപ്പോൾ ഇതും അടിപൊളി ഒരു പ്രോക്സ് ആണ് ഗൈസ്. ഓക്കെ, അപ്പോൾ ഇതും അടിപൊളി ഒരു പ്രോക്സ് ആണ്. നമ്മുടെ നെറ്റ് വാളാണ്. അപ്പം ഇതും വലിയൊരു നെറ്റ് വാളാണ്. ഓക്കെ, അടുത്ത വാളും ഉണ്ട് ഗൈസ്. W തന്നെയാണ് വാളുകൾ വരുന്നത്. W5 കാലൊക്കെ അടിച്ച് കഴിഞ്ഞാൽ വേറൊരു വാൾ നമുക്ക് കിട്ടും. W5 അടിച്ച് കഴിഞ്ഞാൽ വേറൊരു വാൾ കിട്ടും. അടുത്തൊക്കെ കുറേ അധികം ഇഷ്ടം പോലെ വാൾസും കാലൊക്കെ ഈ ഒരു ഗെയിമിൽ പുതിയതായിട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. എന്തായാലും വേറെ ലെവലാണ് ഗൈസ്. ഓക്കെ, അപ്പോൾ ഇതിനെക്കുറിച്ചൊക്കെ ഞാൻ ഇന്നലത്തെ വീഡിയോയിൽ നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തന്നിട്ടുണ്ട്. അത് കണ്ടിട്ടില്ലാത്തവരുണ്ടെങ്കിൽ നമ്മുടെ ഈ ഒരു വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ജസ്റ്റ് നോക്കിയാലും മതി. അല്ലെങ്കിൽ നമ്മൾ നേരെ ഡയറക്റ്റ് നമ്മുടെ യൂട്യൂബ് ചാനൽ ചെന്നിട്ട് ജസ്റ്റ് നോക്കിയാലും മതി. ഇതൊക്കെ നിങ്ങൾക്ക് അറിയണ ചീറ്റ് കോഡ് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരുന്നത്. ഇനി നമുക്ക് നേരെ നമ്മുടെ ഡിഫൻഡറിലോട്ട് കടക്കാം. ഓക്കെ ഗൈസ്, അപ്പോൾ ഇപ്പോൾ കിട്ടിയ റൂമർ അനുസരിച്ച് നമ്മളെ ഗെയിമിലോട്ട് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഒരു അടിപൊളി കിണ്ണം കാച്ച് ഡിഫൻഡർ നമ്മുടെ ഗെയിമിലോട്ട് വരാൻ പോവുകയാണെന്ന് നമ്മുടെ ഡെവലപ്പർ നമ്മുടെ അടുത്ത് പറഞ്ഞു. അപ്പോൾ നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഈ ഒരു ഡിഫൻഡർ എത്രത്തോളം സത്യമാണെന്നും 100% കൺഫേം ആണെന്നും ഡെവലപ്പർ ഇതുവരെയും റിവീൽ ചെയ്തിട്ടില്ല. ഇത് എപ്പോഴാണ് നമ്മളെ ഗെയിമിലോട്ട് വരുന്നതെന്നും ഒന്നും നമ്മുടെ ഡെവലപ്പർ ഇതുവരെയും റിവീൽ ചെയ്തിട്ടില്ല. നമ്മളെ വാട്സപ്പ് കമ്മ്യൂണിറ്റിയിൽ നമ്മുടെ ഡെവലപ്പർ അവർ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. ആ ഒരു പോസ്റ്റ് നിങ്ങൾക്ക് ജസ്റ്റ് വായിച്ച് നോക്കി മനസ്സിലാവും. നമ്മുടെ അതിൽ ഡിഫൻഡറെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട്. ജസ്റ്റ് നിങ്ങളൊന്ന് ജസ്റ്റ് പോസ്റ്റ് ചെയ്ത് വെച്ചിരുന്ന് വായിച്ച് നോക്കുക. ഓക്കെ, അപ്പം അങ്ങനത്തെ കുറച്ച് മിഷൻസൊക്കെ നമ്മുടെ ഗെയിമിലോട്ട് ഇനി വരാൻ കിടപ്പുണ്ട്. അതിൽ കൂടെ തന്നെ നമ്മൾ ഡിഫൻഡർ എന്ന് പറഞ്ഞ ഈ ഒരു അടിപൊളി ഓഫ് റോഡ് വെഹിക്കിൾ നമ്മുടെ ഗെയിമിലോട്ട് എന്തായാലും കൊണ്ടുവരുമെന്നാണ് നമ്മൾ ഡെവലപ്പർ പറഞ്ഞ് അവകാശപ്പെടുന്നത്. ഓക്കെ, അപ്പോൾ എന്തായാലും അടിപൊളി ഒരു ഡിഫൻഡർ കാറാണ് വരാനായിട്ട് പോണത്. അപ്പോൾ ഈ ഒരു ഡിഫൻഡർ കാർ എത്ര കൂട്ടുകാർക്ക് ഇഷ്ടപ്പെട്ടെന്ന് താഴെ കമൻറ്റ് ചെയ്യാനായിട്ട് ഒട്ടും മറക്കൽ. അടിപൊളി ഒരു ഡിഫൻഡർ കാറാണ്. അപ്പോൾ നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുമ്പോഴത്തെ ഈ ഒരു ഡിഫൻഡർ കാർ നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് കാത്തിരിക്കുക. നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾ ഈ ഒരു വീഡിയോ ചാനലൊന്ന് മറക്കാൻ സബ്സ്ക്രൈബ് ചെയ്ത് വച്ചാൽ മതി. ഈ ഒരു ഡിഫൻഡർ നമ്മൾ ഗെയിമിലോട്ട് എപ്പോൾ വരുന്നു ആ ഒരു സെക്കൻഡിൽ ഞാൻ എൻ്റെ ഈ ഒരു യൂട്യൂബ് ചാനലിൽ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ,
പിന്നെ കുറേ കൂട്ടി നമ്മളെ ക്രൊക്കുഡൽ എന്ന് പറഞ്ഞാൽ മുതല. അതേസമയം നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുമ്പോഴത്തേനും മുതല നമ്മളെ ഗെയിമിലോട്ട് വരുന്ന പ്ലഗിങ് ആപ്പിലൂടെ ആയിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെ ഒരു പ്ലഗിങ് ആപ്പിലൂടെയാണ് നമ്മുടെ മുതല വരുന്നത്. നിങ്ങളിപ്പോൾ ഇവിടെ ലേണ്ട സ്ഥാനത്ത് ഒരു മുതലയെ കൂടെ കാണും. അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെയാണ് മുതലയെ നമ്മുടെ ഗെയിമിലോട്ട് വന്നു കഴിഞ്ഞ് എടുക്കാമെന്ന് ഞാൻ പറഞ്ഞുതരാം. സാധാ നിങ്ങളൊരു അനിമൽ സെലക്ട് ചെയ്യുമ്പോൾ നിങ്ങൾ മുതലയെ ഒന്ന് സെലക്ട് ചെയ്യുക. വരുമ്പം ജസ്റ്റ് മുതലൊന്ന് സെലക്ട് ചെയ്തതിന് ശേഷം ഞാനിവിടെ ലേണ്ടയാണ് സെലക്ട് ചെയ്തത്. എന്നിട്ട് നേരെ ഗെയിം ഓപ്പൺ ചെയ്യുക. ഗെയിം ഓപ്പൺ ചെയ്ത് പ്ലേ കൊടുക്കുക. പ്ലേ കൊടുത്ത് നേരെ നമ്മുടെ ഈ ഒരു വീട്ടിൽ നിന്ന് വെളിയിലോട്ട് ഇറങ്ങാം. നമ്മളിപ്പോൾ വന്ന് നിൽക്കണം വീട്ടിൽ നിന്ന് ജസ്റ്റ് ഒന്ന് വെളിയിലോട്ട് ഇറങ്ങാം. വെളിയിലോട്ട് ഇറങ്ങിയതിന് ശേഷം നിങ്ങൾ നേരം നമ്മുടെ ഇൻ്റർനെറ്റ് ഓപ്ഷൻ എടുക്കുക. നിങ്ങളുടെ മൊബൈൽ ഡാറ്റ ജസ്റ്റ് ഒന്ന് ഓൺ ചെയ്യുക. അപ്പോൾ മൊബൈൽ ഡാറ്റ ജസ്റ്റ് ഒന്ന് ഓൺ ചെയ്യുക. ഓക്കെ, മൊബൈൽ ഡാറ്റ ഓൺ ചെയ്തിട്ട് ജസ്റ്റ് നിങ്ങളുടെ പേസ്റ്റ് എന്ന് പറയുന്ന ബട്ടൺ നമ്മളെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്മളെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അയ്യോ സോറി, ഇത് നമ്മളെ ലിങ്കിൻ്റെ അല്ലല്ലോ, നമ്മൾ ഡയറക്റ്റ് നമ്മളെ പ്ലഗിങ് ആപ്പിലല്ല. അത് കോപ്പി ചെയ്തതിന് ശേഷം ഇവിടെ കൊടുത്തു കഴിഞ്ഞാൽ ഫെയിൽഡ് ടു ലോഡിങ് എന്നാണ് കൊടുത്തത്. നമ്മൾ ചെറിയ പ്രശ്നം പറ്റി കേസ്. ഓക്കെ, അപ്പോൾ നിങ്ങൾ ആ ഒരു പ്ലഗിങ് ആപ്പിൽ നമ്മളെ ഇഷ്ടമുള്ള അനിമൽ കോപ്പി ചെയ്ത് ഒന്നുകൂടെ നമ്മുടെ ഗെയിമിനകത്തോട്ടൊന്ന് കയറാൻ ശേഷം നിങ്ങൾ നേരെ നിങ്ങൾ ഇൻ്റർനെറ്റ് ഓപ്ഷൻ എടുക്കുക. അവിടെ നേരെ നിങ്ങൾ പേസ്റ്റ് എന്ന് പറയുന്ന ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ പ്ലേസ് വെയിറ്റ് എന്ന് കാണിക്കുക. ഒരു 5 മിനിറ്റ് ടൈമറും പോകും. അപ്പോൾ ഈ ഒരു 5 മിനിറ്റ് ടൈമർ പോയി കഴിഞ്ഞാൽ ഇവിടെ ഒരു ഫയൽ ലോഡിംഗ് എന്ന് എഴുതി കാണിക്കുക. അപ്പോൾ 5 ടൈമർ വെയിറ്റ് ചെയ്താൽ നെറ്റ് ഒന്ന് ഓഫ് ചെയ്യാം. നെറ്റ് ഒന്ന് ഓഫ് ചെയ്തതിന് ശേഷം ഗെയിം ഒന്ന് റീഫ്രഷ് അടിച്ചിട്ട് ഗെയിമിനകത്ത് ഒരിക്കൽ കൂടെ ഒന്ന് കയറാം. ഗെയിം ഒന്ന് റീഫ്രഷ് അടിച്ചിട്ട് ഒരിക്കൽ കൂടെ കയറാൻ പറ്റുന്നവരെ കയറാൻ. ബഗ് വല്ലതും വരുന്നത് അങ്ങനെ ചെയ്താൽ മതി. അല്ലെങ്കിൽ ഡയറക്റ്റ് ചീറ്റ് കോഡ് അടിച്ച് കഴിഞ്ഞാൽ നമ്മളെ ഗെയിമിലോട്ട് ഡയറക്റ്റ് ഈ ലൈനുകളൊക്കെ ആഡ് ആവുന്നുണ്ട്. അപ്പോൾ വേറെ ലെവൽ ലൈൻസുകളൊക്കെ ആഡ് ആവുന്നതിനൊക്കെ. അപ്പോൾ ഇത് അടിപൊളി ഒരു ഫീച്ചറാണ്. എല്ലാ കൂട്ടരും നോക്കാം. ഓക്കെ, അപ്പോൾ ചെന്നിട്ട് ഈ വീഡിയോ ഇത്രയുള്ള വീഡിയോകളൊക്കെ ഇഷ്ടമെന്ന് പ്രതീക്ഷിക്കുന്നത്. സൂപ്പർ വീഡിയോ അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ, ബൈ.